എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ സെക്കന്ദരാബാദിൽ ഒരു റൂം എടുക്കുന്നതെന്നാണ്. തെലങ്കാനയുടെ എല്ലാ ഭാഗത്തു നിന്നും ആർ ടി സി ബസ്സുകളുണ്ട് സെക്കന്ദരാബാദിൽ എത്തിച്ചേരാൻ. അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമായിരിക്കും, നമുക്ക് ട്രാഫിക്കൊന്നും ഇല്ലാതെ സെക്കന്ദരാബാദിൽ എത്തിച്ചേരാൻ സാധിക്കും. സെക്കന്ദരാബാദിൽ നിന്നാണ് മെയിനായിട്ട് കേരളത്തിലേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേരുന്നത്. നമ്മൾ JBS ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 70 രൂപ 80 രൂപ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്താം. അങ്ങനെ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു. ഇനി നമുക്ക് നല്ലൊരു റൂം കണ്ടുപിടിക്കണം. നമ്മൾ ഈ റൂം കണ്ട് ലഗേജൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും നമ്മളോട് ചോദിക്കും. കുറേ ഏജൻറ്റുമാരൊക്കെ ഈ വഴിയൊക്കെ നടപ്പുണ്ട്. അവർ നമ്മൾ റൂം എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ട് പോകും. പക്ഷേ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടും. അതൊന്നുമില്ലാതെ നമ്മൾ നേരിട്ട് ഫൈൻഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ പല റേറ്റുകളിൽ നമുക്ക് റൂം കിട്ടുന്നുണ്ട്. സിംഗിൾ റൂമൊക്കെ ആണെങ്കിൽ 800 രൂപയ്ക്ക്, നോൺ AC അത് ഡബിൾ റൂമാണ് 1300, ഡീലക്സ് റൂമാണ് 1900, സ്യൂട്ട് റൂമാണെങ്കിൽ 2500 എക്സ്ട്രാ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ AC ആണെങ്കിൽ ഇതുപോലെ 1200, 1900, 2500, 3000 ഇങ്ങനെയാണ് മാക്സിമം റേറ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ റൂം കണ്ടു, സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനത് ആ റൂമിലേക്കാണ്. ഇപ്പോൾ ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട്. 5 മണി രാവിലെ ആയിട്ട് പോലും നല്ല തിരക്കാണ്. ഒരു 4:30 ആവുന്നപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സെക്കന്ദരാബാദിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ഫുട്പാത്തിലൂടെയാണ്. ഇതിവിടെ നേരെ നമ്മൾ പുറകോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ റൂമുള്ളത്. അപ്പം ആ ഫുട്പാത്തിൽ ഓരോ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി തൊട്ടടുത്ത് തന്നെ റൂം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത് എത്ര ലക്ഷറി ആണെങ്കിലും അത്ര ക്ലീൻ ആയിരിക്കും, തിരക്കുള്ളൂ. കുറച്ച് മുമ്പോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോട്ടൽ റൂമുകളൊക്കെ എപ്പോഴും നല്ല നീറ്റായിരിക്കും. ഓക്കെ, ദൂരം കൂടുന്തോറും നല്ല നീറ്റായിട്ടുള്ള റൂമുകൾ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഫുട്പാത്തിലൂടെ നടന്ന് കുറച്ചൊരു 500 മീറ്റർ മുമ്പോട്ട് മാറി ആണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അവിടെ AC ഉണ്ട്, നോൺ AC ഉണ്ട്. ഞാൻ ഡബിൾ റൂമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നോൺ AC ആണെങ്കിൽ 1300, AC ആണെങ്കിൽ 1900. ഇപ്പോൾ എന്തുവന്നിരുന്നാലും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ GSTയോട് കൂടിയേ നമ്മളത് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം GST ഇല്ലാതെ അവർ പറയും. GSTയോട് കൂടിയാണ് നമ്മൾ കറക്റ്റായിട്ട് കൺഫേം ചെയ്തിട്ട് നമ്മൾ റൂം എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവർ GST കൂടെ കൂട്ടി അത് പറയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ നേരത്ത്. എന്തായാലും ഇതാണ് ഇപ്പോൾ ഒരു ടീ ഷോപ്പ് കാണാൻ പറ്റും. ഇത് തന്നെ 5:30 ആയപ്പോൾ തന്നെ നല്ല തിരക്കാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ റൂം. ഇനി റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് പോകണം. ഇപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ സെക്കന്ദരാബാദിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു ട്രെയിനുണ്ട്, അപ്പം ശബരിയുണ്ട്. പിന്നെ അതുകൂടാതെ ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ്, കൊല്ലം എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ്. അത് ഏകദേശം ഒരു 5 മണിയോട് കൂടിയാണ് ഇന്ന് ശരിക്കും എന്താണ് ദിവസം എന്താണ്? ഓക്കെ, അതായത് ഈ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ എടുത്തേക്കുന്ന റൂം. ജസ്റ്റ് 24 സാഗർ ഗ്രാൻഡ് ആണ് ഹോട്ടൽ റൂം. നല്ല അത്യാവശ്യം നീറ്റ്നെസ്സൊക്കെ ഉണ്ട്. കണ്ടു ബോധ്യപ്പെട്ട് ഇപ്പോൾ നല്ല റൂമൊക്കെയാണ്, നല്ല നീറ്റ്നെസ്സൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് റൂമിനകത്തേക്ക് പോകാം. എപ്പോൾ വന്നു കഴിഞ്ഞാൽ 24 hours ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം തിരക്കല്ലേ, ഭയങ്കര തിരക്കല്ലേ. ആയതിനാൽ ഇപ്പോഴും ഡേ ആൻഡ് നൈറ്റ് ആ ഒരു ഓപ്പണിംഗ് ആണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നല്ല നീറ്റ്നെസ്സൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കൗണ്ടർ. ഇപ്പോൾ ഇവിടെ കൗണ്ടറിൽ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ നമ്മളെ റൂം കൊണ്ട് ഇതാണ് ഇൻറ്റീരിയർ വിസിറ്റേഴ്സ് റൂമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കയറി അകത്തുനിന്നോട് നമുക്ക് റൂം ഒന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഇത് ഡബിൾ റൂം AC. ഓക്കെ, അത്യാവശ്യം ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി ഉള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. AC ഉണ്ട്, 2 ബെഡുണ്ട്. പക്ഷേ കോറിഡോർ വളരെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും കുഴപ്പമില്ല, ഒരു ദിവസത്തിനുള്ള യാത്രയ്ക്ക് അത്യാവശ്യം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഈ ടെമ്പിളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബിരിയാണി ഹൗസിൻ്റെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നീറ്റ്നെസ് എനിക്ക് തോന്നിയ
ഒരു റൂമാണ്. പിന്നെ GST കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് നമ്മൾ പേയ്മെൻറ്റ് തന്നെ ഇവർക്ക് ആദ്യമേ തന്നെ വേണം. ഞാൻ അതിൻ്റെ ഒരു നോട്ടീസ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.